മനസ്സിലാക്കുന്ന പി വി അൻവറും ഇപ്പോൾ തത്സമയം ചേരുന്നു എന്നാണ്. ശ്രീ അൻവർ, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ അൻവർ, ഈ നിലമ്പൂരിൽ UDFന്റെ വിജയം ഉറപ്പാക്കിയ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ആന്റി പിണറായി വോട്ടുകൾ. ഈ ആന്റി പിണറായി വോട്ടുകൾ ശിഥിലീകരിക്കപ്പെട്ടു പോകാം, അത് ഒരർത്ഥത്തിൽ LDFന് ഗുണകരമാകാം. ആ സാധ്യത ഇല്ലാത്തൊരു ജനവിധിയാണ് വന്നത്. എല്ലാവർക്കും അവരവരുടെ പങ്ക് കിട്ടുന്നു എന്ന് വെച്ചാൽ ഈ പിണറായിസത്തിനെതിരെ പറയുന്ന എല്ലാവർക്കും അവരവരുടെ പങ്ക് കിട്ടുന്ന ഒരു ജനവിധിയാണോ വന്നത്? തീർച്ചയായിട്ടും ആ വോട്ടുകൾ കൂട്ടിക്കടിപ്പിച്ചാൽ അതാണ് ടോട്ടൽ അതിൻ്റെ റിസൾട്ട്. ഞാൻ പറയുന്ന 10,000 വോട്ട് ക്രോസ് വോട്ട് പോയില്ലെങ്കിൽ സ്വരാജ് 45,000 വോട്ടിലാണ് നിൽക്കുക. അത് വളരെ കൃത്യമല്ലേ? 45,000 വോട്ടിലേക്ക് ഇടിഞ്ഞ് തകർന്നു അവിടെ പിണറായിസം. എനിക്ക് വോട്ട് ചെയ്തതിൽ 3/4 പങ്കും CPM പ്രവർത്തകരാണ്. അത് കേരളം ഒട്ടാകെ ഉണ്ട്. ഈ മരുമോനിസം, ഈ കുടുംബാധിപത്യം സഖാക്കളെ സംബന്ധിച്ച് താങ്ങാവുന്നതിൻ്റെ അപ്പുറം അതിൻ്റെ എല്ലാ അരമ്പുകളും ലംഘിച്ച് പോക്കാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. മരുമോനിസം കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സഖാക്കളുടെ മാനസിക ശേഷിയെ തകർക്കുകയും അതിനെതിരെയുള്ളൊരു വികാരം അവരുടെ മനസ്സിൽ കൊണ്ടുനടക്കുകയും ചെയ്യുകയാണ്. ഇത് വലിയൊരു വിഷയമല്ലേ? ഇതല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അത് കൃത്യമായി പ്രതിഫലിച്ചല്ലോ അവിടെ. എന്തെല്ലാം നാടകം നടത്തി പിണറായി, എന്തെല്ലാം വർഗീയ കാർഡ് ഇറക്കി നോക്കി. വല്ല റിസൾട്ടും കിട്ടിയോ? ഇനിയെങ്കിലും CPM ലീഡർഷിപ്പ് അത് തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന് പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞു, മത്സരിച്ച സ്വരാജ് പറഞ്ഞു. ഇപ്പം എല്ലാവരും മാറ്റി പറയുന്നു. അപ്പോൾ ഇതല്ല വസ്തുത. ജനങ്ങളിതൊക്കെ കാണുന്നുണ്ടെന്ന്. ഈ വഴിക്കടവ് എണ്ണുന്ന ഘട്ടത്തിൽ UDFന്റെ വോട്ടുകൾ ചോർന്നിരിക്കുന്നു അൻവറിലേക്ക് എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ആദ്യത്തെ ഈ 2 പ്രധാനപ്പെട്ട പഞ്ചായത്തുകളുടെയും വോട്ടെണ്ണൽ വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഒരു ഭൂരിപക്ഷം അവർ പ്രതീക്ഷിച്ച രൂപത്തിൽ ഉയർന്നില്ല. അപ്പോൾ ആ മേഖലയിൽ നിന്നുകൂടി ശ്രീ അൻവറിന് വോട്ട് കിട്ടിയിട്ടുണ്ടോ? അല്ല, അത് പ്രതീതി മാത്രമല്ലേ, കണക്കുകൾ വളരെ കൃത്യമല്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന നരേഷനല്ലേ. എനിക്ക് കിട്ടിയതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ വോട്ടുകളല്ലേ, ആന്റി പിണറായി വോട്ടുകളാണല്ലോ. അതെല്ലാം വസ്തുതയെ നിൽക്കല്ലേ. UDF വോട്ടുകളെ ബാധിച്ചിട്ടില്ല ശ്രീ അൻവറിന്റെ സാന്നിധ്യം എന്നൊന്നും പറയാൻ പറ്റില്ല. UDF വോട്ടുകൾ ഈ പറയുന്ന ആന്റി കാൻഡിഡേറ്റ് വോട്ടുകളാണ് എൻ ബ്ലോക്കായിട്ട് 10,000 വോട്ട് അപ്പുറത്തേക്ക് പോയത്. അല്ലെങ്കിൽ അപ്പുറത്തിൽ അത് വലിയ സങ്കടകരമായിപ്പോയി. നമ്മളങ്ങനെ ഒരു വോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ അത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചതാണ്. അന്നേ ഞാൻ പറഞ്ഞാണ് സ്വരാജ് തോറ്റമ്പി കിടക്കുകയാണ്, നിങ്ങളെ വോട്ട് കൊടുത്താൽ ഒരു കാര്യം അതുകൊണ്ടില്ല, അത് പിണറായിസത്തിന് അനുകൂലമായൊരു വോട്ടായി മാറും. പക്ഷേ അവർക്ക് ഈ ഒരു രീതിയിൽ തിരഞ്ഞെടുപ്പ് പോകുന്ന അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു CPM കണക്കുകൾ കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ട്. അതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ആ 10,000 വോട്ട് കൂടെ പുറത്ത് വരേണ്ട വോട്ടാണ്. ഐദർ ഇൻ മൈ ബോക്സ് ഓർ ടു ഷൗക്കത്ത് ബോക്സ്, ഏതെങ്കിലും ഒരു പട്ടിയിൽ വരേണ്ട കാര്യമാണ്. ഈ ഷൗക്കത്തിന് പൊളിച്ചു വെക്കാനും CPM ശ്രമിച്ചിട്ട് ഇപ്പോഴും ഷൗക്കത്തിനെതിരായിട്ടുള്ള 10,000-ഓളം വോട്ടുകൾ അത് സ്വരാജിന് കിട്ടിയിരിക്കുന്നു എന്നാണ് താങ്കൾ ഇന്നലെയും പറഞ്ഞത്. ഇന്നും അതുതന്നെയാണ് ഈ ഫലവും തെളിയിക്കുന്നതെന്നാണോ അങ്ങ് ആവർത്തിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ 30,000 വോട്ട് ഒറ്റ സെക്കൻഡ് എന്നിട്ട് അങ്ങ് പൂർത്തിയാക്കിക്കോളൂ. അങ്ങനെയെങ്കിൽ ഈ പോയ വോട്ട്, ഈ ആന്റി ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വോട്ടോ അതോ ലീഗിന്റെ വോട്ടോ അതോ കോൺഗ്രസിന്റെ ലീഗിന്റെയും വോട്ടോ? അല്ല, അതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു വോട്ടാണ്. അത് 2016 എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2021 പ്രകാശ് മത്സരിക്കുമ്പോൾ എനിക്കത് കിട്ടിയിട്ടില്ല. എൻ ബ്ലോക്ക് അങ്ങോട്ടാണ് പോയത്. അതുകൊണ്ടാണ് 12,000 ചില്ലാനം വോട്ടിൽ നിന്ന് ഞാൻ 2,700 മാറുന്നത്. അതേ വോട്ടാണ് ഇങ്ങോട്ടും. അതുകൊണ്ടാണ് ആ വോട്ട് എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. ആ ആളുകളുമായിട്ട് നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷനിലെ ആളുകളാണ്. 2021 അവർ നമ്മളോട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാണ്. കാരണം ഞങ്ങൾക്ക് അത്രയും അടുത്ത ബന്ധമുള്ള ആളുകളാണ്. 21 അവർക്ക് എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അവർ പ്രകാശമായി അത്ര ആത്മബന്ധമുണ്ട്, എന്നെക്കാളും ആത്മബന്ധം പ്രകാശമായിട്ടാണ്. ഒരു വസ്തുതാപരമായ കാര്യങ്ങളാണ്. ഈ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് എന്താണോ UDFന്റെ പൊളിറ്റിക്കൽ വോട്ട് അതങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഇതൊരു രാഷ്ട്രീയ മത്സരമായിരുന്നു.
ആ വോട്ടുകൾ മുഴുവൻ കിട്ടിയിട്ടുണ്ട് UDF-ൻ്റേത് എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ശ്രീ PV അൻവറിൻ്റെ സാന്നിധ്യം UDF-ൻ്റെ സാധ്യതകളെ ഏറ്റക്കുറച്ചിലുകൾ എന്ന നിലയിൽ ബാധിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അതിനോടുള്ള മറുപടി എന്താണ്? അതിന് കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. അല്ല, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന കണക്കുകൾ വെച്ചാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു വിശ്വാസം പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കുന്ന കണക്കുകൾ ഉണ്ടാകുമല്ലോ. ആ തരത്തിലും കണക്കിലേക്കൊന്നും ഞാനില്ല. എല്ലാവർക്കും എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതൊന്നും ഇപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടി കിഴിക്കേണ്ട കേസുകളല്ല. പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു ജയിച്ചതിന് ശേഷം ഈ അൻവർ ഫാക്ടറിനെ പറ്റിയുള്ള ചോദ്യത്തിന്. അദ്ദേഹം നേരിട്ട് മറുപടി പറയാതെ പരോക്ഷമായാണ് മറുപടി പറഞ്ഞത്. എത്ര കിട്ടുമെന്ന് ചിലരൊക്കെ കണക്കുകൾ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തായി എന്ന രൂപത്തിലായിരുന്നു അത്. ഇപ്പോൾ അങ്ങ് തന്നെ ഒരു ഘട്ടത്തിൽ 75,000 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ കണക്കൂട്ടിയത് എത്രയാണ്? അല്ല, അത് ആ കണക്കിലേക്ക് കിടക്കുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ കണക്കിൻ്റെ കാര്യം പറയുന്നില്ല, എനിക്ക് താല്പര്യമില്ല. എന്നാലും അങ്ങയുടെ കണക്കൂട്ടൽ ഏതാണ്ട് 30,000 ആയിരുന്നില്ലേ? അല്ല, അത് നമ്മൾ ഉറപ്പിച്ച വോട്ടുകളായിരുന്നു. അതിലാണ് ഈ പറയുന്ന 10,000 വോട്ട് ക്രോസ് വോട്ടായി പോയി എന്ന് പറയുന്നത്. അതെ അതെ അതെ. ശരി, ഇവിടെ ഇന്നിപ്പോൾ ഈ VD സതീശൻ പറഞ്ഞത് ഇത് ടീം UDF-ൻ്റെ വിജയമാണ് എന്നാണ്. മാത്രമല്ല ഈ പ്രതികരണത്തിലുടനീളം സതീശൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നിലമ്പൂരിലൊരു തിരിച്ചടി ഉണ്ടാവുക, അത് PV അൻവറിനെ പിണക്കിയത് കൊണ്ടാണ് എന്ന വിലയിരുത്തലിലേക്ക് എത്തിക്കുക. അങ്ങനെ അതിൻ്റെ പഴി മുഴുവനേറ്റ് സതീശൻ ഈ ചിത്രത്തിൽ നിന്ന് പോവുക. അങ്ങനെ താല്പര്യപ്പെട്ടവരുണ്ട് എന്ന് അദ്ദേഹം ഒരു തവണയല്ല ഒന്നിലധികം തവണ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. അത് ആരോടുള്ള പ്രതികരണമാണ്? അറിയില്ല, ഞാൻ കേട്ടില്ലത്. ഇന്നിപ്പോൾ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, K സുധാകരൻ, അടൂർ പ്രകാശ് ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ കേൾക്കാൻ ഇടവന്നോ? ഇല്ല, ഒന്നും കേട്ടിട്ടില്ല. വേണം അങ്ങനെയെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ പറയുന്നത് ശരി, എൻ്റെ വാക്കുകളെ അങ്ങ് വിശ്വസിക്കുമെന്ന് കരുതുകയാണ് ഞാൻ. സതീശൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം. അതിനെ അങ്ങ് എങ്ങനെ കാണുന്നു? ഇല്ല, ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞല്ലോ, പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞല്ലോ. എൻ്റെ വിഷയമല്ല. ഈ മലയോര മേഖലയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അനിമൽ അറ്റാക്കാണ്. അതിൽ ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സഹകരിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ പോലീസ് നടത്തിയ അനീതി, അതിൽ എന്താ പറയുക, അന്യായമായി കേസെടുക്കപ്പെട്ട ആളുകൾ, ഞാൻ കൊടുത്ത പരാതി, ഇതൊക്കെ ഇവിടെ വിഷയങ്ങളല്ലേ. അതിലൊക്കെ ഉള്ളൊരു നിലപാട് വേണ്ട, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോൾ UDF-ൻ്റെ പ്രതികരണമായി വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് വീണ്ടും പ്രതീക്ഷ നൽകുന്നതല്ലേ? കാരണം ഇപ്പോൾ സണ്ണി ജോസഫ് പ്രതികരിച്ചത് ഈ വാതിലടച്ചു തുറന്നു എന്ന് പറയുന്ന തർക്കമാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. അതിനൊരു താക്കോലുള്ളത് തുറക്കാൻ കൂടിയാണ് എന്ന് KPCC അധ്യക്ഷനാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്, അങ്ങേക്ക് സാധ്യതകൾ തുറന്നു കിട്ടുന്നു എന്നതല്ലേ ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. വേണം ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം, ഈ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷയങ്ങൾ, ആ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ഈ മനുഷ്യരെ രക്ഷിക്കാനുള്ള എന്ത് മാർഗം എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള വിഷയം. അത് നമ്മൾ അതേപോലെ തുടരും, ആ പോരാട്ടം. ഒരു കാര്യം കൂടി